പണം നേടാൻ അല്ലെങ്കിൽ ധനം ഒരുപാട് ലഭിക്കുവാൻ വല്ല രഹസ്യവുമുണ്ടോ? ഉണ്ട്. അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. നമസ്കാരം. പലർക്കും കടബാധ്യതകൾ ഉണ്ടാവാം, പണമില്ലാത്ത അവസ്ഥ ഉണ്ടാവാം. എങ്ങനെയെങ്കിലും ഈ കടങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് കുറച്ച് പണം എങ്ങനെയെങ്കിലും ലഭിക്കണമെന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ടാവാം. പക്ഷേ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന മേഖല അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന തൊഴിൽ ഇതുപയോഗിച്ച് എനിക്ക് കിട്ടുന്നത് മാസത്തിൽ ഇത്ര മാത്രമാണ്, ഇത്ര ശമ്പളമേ എനിക്ക് കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഇത്ര പണമേ കിട്ടുന്നുള്ളൂ. ഇതുകൊണ്ട് എങ്ങനെയാണ് ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് ജീവിക്കാൻ കഴിയുക? എങ്ങനെയാണ് എനിക്കത് സാധിക്കുക? ഈ ഒരു പണം വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ചെയ്യുക? എനിക്കതിന് കഴിയില്ലല്ലോ എന്നുള്ള ഒരു ചിന്തയാണ് നമ്മളെ പണത്തിലേക്കുള്ള അടുപ്പം കുറക്കുന്നത്. അതായത് പണം വരുന്നതിനുള്ള ഒരു തടസ്സമായി നിൽക്കുന്നത് തന്നെ ആ ഒരു ചിന്തയാണ്. എനിക്ക് പണമില്ലല്ലോ, ഞാനിപ്പോൾ ദരിദ്രനാണ്, അതുപോലെ എനിക്കിപ്പോൾ പണമില്ലാത്ത അവസ്ഥയാണ്, എനിക്കൊരുപാട് കടങ്ങളുണ്ട് എന്ന് നമ്മൾ ദൈനംദിനം ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ കടക്കാരനാവുകയും പണമില്ലാത്ത അവസ്ഥ വീണ്ടും വീണ്ടും നമുക്ക് വന്നു ചേരുകയുമാണ് ചെയ്യുന്നത്. എന്താണ് ഇതിനൊരു പ്രതിവിധിയുള്ളത്? ഇവിടെ നമ്മൾ ആലോചിക്കുന്നത് നമുക്കൊരുപാട് കടങ്ങളുള്ളതായിട്ടാണ്, അല്ലെങ്കിൽ എനിക്കിപ്പോൾ പണമില്ലാത്ത അവസ്ഥയായിട്ടാണ് നമ്മളിവിടെ ആലോചിക്കുന്നത്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതും മറ്റൊന്നാണ്. അതായത് ഈ കടത്തിനും അല്ലെങ്കിൽ പണമില്ലാത്ത അവസ്ഥക്കും പകരം നമുക്ക് എന്താണോ വേണ്ടത് അതാണ് നമ്മൾ ഇവിടെ ആവശ്യപ്പെടേണ്ടത്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഡ്രസ്സ് എടുക്കാൻ ഒരു കടയിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് തരങ്ങൾ ഡ്രസ്സുകൾ ഉണ്ടാവും, പലതരം ഡ്രസ്സുകൾ ഒരു ഷോപ്പിലുണ്ടാവും. പക്ഷേ നമ്മൾ അവിടെ പോയിട്ട് എനിക്ക് ഈ ഡ്രസ്സ് വേണ്ട, അല്ലെങ്കിൽ എനിക്ക് മറ്റേത് വേണ്ട, അല്ലെങ്കിൽ എനിക്ക് അത് വേണ്ട ഇത് വേണ്ട എന്നല്ല പറയുന്നത്. നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അതാണ് നമ്മൾ പോയിട്ട് സെലക്ട് ചെയ്ത് നമ്മൾ പർച്ചേസ് ചെയ്ത് പോരുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു പണത്തിൻ്റെ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് എന്താണ് ആവശ്യമുള്ളത്, നമുക്ക് പണമാണ് ആവശ്യമുള്ളത്, അത് നമ്മൾ ലക്ഷ്യം വെക്കണം. ഒരിക്കലും നമ്മുടെ കടബാധ്യതകൾ അധികമാണ്, അല്ലെങ്കിൽ എനിക്കിപ്പോൾ പണമില്ലാത്ത അവസ്ഥയാണ്, എൻ്റെ ഈ ഒരു ജോലി കാരണം ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് എത്താൻ സാധിക്കില്ല എന്നുള്ള ചിന്തകൾ നമ്മൾ ഒഴിവാക്കി നമുക്ക് എന്താണോ ആവശ്യമുള്ളത്, പണമാണ് നമുക്ക് ആവശ്യമുള്ളതെങ്കിൽ നമ്മളുടെ ശ്രദ്ധ എപ്പോഴും പണത്തിൽ മാത്രമായിരിക്കണം. അത് പതിയെ നമ്മുടെ ലക്ഷ്യത്തെ നിറവേറ്റിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ അത് വന്നു ചേരുന്നതാണ്. അതുപോലെ കോരുന്ന കിണറിലെ വെള്ളമുണ്ടാവൂ എന്നൊരു ചൊല്ലുണ്ട്. ഇവിടെയും നമുക്ക് ആവശ്യം അതുതന്നെയാണ്. നമ്മൾ പരമാവധി ധനസഹായം ചെയ്യുക. പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കും, അതിനുള്ള പണം എൻ്റെ കയ്യിലില്ലല്ലോ, അത്രത്തോളം ശേഷി എനിക്കില്ലല്ലോ. ആ ഒരു ചിന്തയാണ് നമ്മളെ വീണ്ടും വീണ്ടും നമ്മളെ പണമില്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മൾ ഉള്ളതിൽ നിന്ന് നമ്മൾ ധനസഹായം നടത്തുക, നമ്മുടെ മനസ്സംതൃപ്തിക്ക് വേണ്ടിയിട്ട്, അല്ലാതെ ഇതൊരു കാര്യത്തിന് വേണ്ടിയിട്ട് കൊടുക്കുകയല്ല. നമ്മുടെ മനസ്സംതൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ പണം ചെലവാക്കുക, അതായത് നമ്മൾ ധനസഹായം നടത്തുക. നമ്മൾ എത്രത്തോളം അങ്ങനെ ധനസഹായം നടത്തുന്നു അത്രത്തോളം നമുക്ക് പണം ആവശ്യമായി വരും. തീർച്ചയായും പ്രകൃതിയുടെ നിയമം, അതായത് ആകർഷണ നിയമം, നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് ധനസഹായം നടത്തുവാൻ വേണ്ടിയിട്ട് വീണ്ടും നമുക്ക് പണം ഒരുപാട് ലഭിക്കുന്നതാണ്. അത് നമ്മളിലേക്ക് എത്തിച്ചു തന്നെ തരുന്നതാണ്. ഒന്നുകൂടെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പണമുള്ളതുപോലെ ഭാവിക്കുക. നമുക്ക് പണമില്ലെങ്കിൽ പോലും എനിക്കൊരുപാട് പണമുള്ളതായിട്ട് നമ്മൾ ഭാവിക്കുക. അത്തരത്തിൽ നമ്മൾ സംസാരിക്കുക. നമ്മുടെ നടത്തവും പെരുമാറ്റവും അതെല്ലാം നമുക്കൊരുപാട് പണമുള്ളതുപോലെ നമ്മൾ ചെയ്തു കൂട്ടുക. അല്ലെങ്കിൽ ഈ ധനസഹായം മൂലം, അല്ലെങ്കിൽ പണം ഒരുപാട് ആൾക്കാർക്ക് കൊടുക്കുന്നത് മൂലം, സഹായം ചെയ്യുന്നത് മൂലം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും, ഞാൻ ഒരുപാട് ആൾക്കാർക്ക് സഹായം ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ കയ്യിൽ പണമുണ്ട് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ പണത്തിലേക്ക് വളരെയധികം പെട്ടെന്ന് തന്നെ നമുക്ക് അതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. നമ്മൾ എന്താണോ കരുതുന്നത്, നമ്മൾ എത്രത്തോളം നമ്മൾ പണം ആഗ്രഹിക്കുന്നത് അത്രത്തോളം പണം നമുക്ക് തന്നെ എത്തിച്ചേരുന്നതാണ്. അതുപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കരുത്. നമുക്ക് ആവശ്യമില്ലാത്തതാണ് കടബാധ്യതകൾ, നമുക്ക് ആവശ്യമില്ല. അതുപോലെ പണമില്ലാത്ത അവസ്ഥ നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ചിന്ത നമുക്ക് വേണ്ട. അതായത് പണമില്ലാത്ത അവസ്ഥ നമുക്ക് ആവശ്യമില്ലെങ്കിൽ പിന്നെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ആവശ്യമുള്ളത് പണമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പണത്തിനോട് മാത്രം ചിന്തിക്കുക. നമുക്ക് പണം കിട്ടുന്നതായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ധനികനായി, അല്ലെങ്കിൽ ഞാൻ ആവശ്യപ്പെട്ട പണം എൻ്റെ കയ്യിലുണ്ട് എന്ന മട്ടിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും പ്രകൃതിയുടെ നിയമം നമ്മുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ നമ്മൾക്ക് ആവശ്യമുള്ള ആ ഒരു ലക്ഷ്യം നമുക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. നമുക്കത് സാക്ഷാത്കരിക്കാൻ വളരെ എളുപ്പത്തിൽ തന്നെ സാധിക്കും. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലി, നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് ഒരുപക്ഷെ നമ്മൾ കരുതിയ പോലുള്ള വരുമാനം കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഒരിക്കലും ഇതാണ് എൻ്റെ സ്ഥിര വരുമാന മാർഗം, ഇതിൽ നിന്ന് കിട്ടുന്ന പണമേ എനിക്ക് സ്വരൂപിക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രമാണ് എൻ്റെ കയ്യിൽ എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ആഗ്രഹിച്ചത്ര പണം നമുക്ക് എത്തിച്ചേരാൻ കഴിയില്ല. നമുക്ക് ഒരുപാട് മാർഗങ്ങൾ വഴി നമുക്ക് ഒരുപാട് പൈസ കിട്ടുന്നുണ്ടാകും, ഒരുപാട് പണം
പണം നമുക്ക് കിട്ടുന്നുണ്ടാവും. നമുക്ക് ഈ ശമ്പളമല്ലാത്ത പൊതുവായിട്ടുള്ള ഇൻസെൻറ്റീവ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നോ നമുക്ക് ഒരുപാട് പണം ഇപ്പോൾ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സ്ഥിര വരുമാന മാർഗമായിട്ട് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വരുമാനം നമ്മുടെ സ്ഥിര വരുമാനമാണ്, അത് മാത്രമേ എനിക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും എൻ്റെ ഈ ഒരു ശമ്പളം കൊണ്ട് എനിക്ക് നടക്കില്ല എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ പണമില്ലാത്ത അവസ്ഥയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ രഹസ്യം എന്ന് പറയുന്നത് പണത്തിന് മാത്രമല്ല, പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കുവാൻ ഈ രഹസ്യം അഥവാ ആകർഷണ നിയമം നമ്മളെ സഹായിക്കും. ഇംഗ്ലീഷിൽ ലോ ഓഫ് അട്രാക്ഷൻ, ഇതിൻ്റെ പേരിൽ ഒരുപാട് വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ കാണാൻ സാധിക്കും. പക്ഷേ എത്രത്തോളം നമുക്ക് ലളിതമായി അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുവോ അത്രത്തോളം എളുപ്പമായിരിക്കും നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുക. ഇതിന് മുന്നേ ചെയ്ത വീഡിയോസിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്താണ്, അത് എങ്ങനെയാണ് ഉപയോഗിക്കുക, അത് ഉപയോഗിക്കേണ്ട ഘട്ടങ്ങൾ എങ്ങനെയാണ് എന്ന് വളരെ സിമ്പിളായിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഞാൻ ഇത്രയും സംസാരിച്ചത് രഹസ്യം എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയാണ്. ഇനി അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സ് ആരോഗ്യത്തിനുള്ള രഹസ്യം, ബന്ധങ്ങൾക്കുള്ള രഹസ്യം, അതുപോലെ നിങ്ങൾക്കുള്ള രഹസ്യം, അങ്ങനെ ഇനിയും അധികം ഇൻട്രസ്റ്റിംഗ് ഉള്ള കാര്യങ്ങളാണ്. തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ രഹസ്യങ്ങൾ തന്നെയാണ്, അതായത് ആകർഷണ നിയമങ്ങൾ തന്നെയാണ്. നമുക്ക് വേണ്ടത് എന്തും നമുക്ക് നേടിയെടുക്കുവാൻ നമ്മുടെ ചിന്തകളെ കൊണ്ട് തന്നെ സാധിക്കും എന്നാണ് ഈ രഹസ്യത്തിൽ പറയുന്നത്. ആകർഷണ നിയമം, അതെ, നമുക്കത് സാധിച്ചെടുക്കുവാൻ വളരെ എളുപ്പം തന്നെ സാധിക്കും. ഇതിന് വ്യക്തമായിട്ടുള്ള ടൈമോ അല്ലെങ്കിൽ നിശ്ചിത സമയപരിധിയോ ഇതിനില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ എത്രത്തോളമാണ് ആഗ്രഹിക്കുന്നത് അത്രത്തോളമായിരിക്കും പ്രകൃതി അല്ലെങ്കിൽ പ്രപഞ്ചം നമുക്കത് എത്തിച്ചു തരിക. നമ്മൾ ആഗ്രഹിക്കുക, ചിന്തിക്കുക, പോസിറ്റീവായി ചിന്തിക്കുക, ഒരിക്കലും നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുക. നമുക്ക് എന്താണ് ആവശ്യമുള്ളത് അതിനെപ്പറ്റി മാത്രം നമ്മൾ ചിന്തിക്കുക. തീർച്ചയായും അത് നമുക്ക് വന്നു ചേരുന്നത് തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.